അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വൈകുന്നേരത്തെ ചായപ്പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത് കൊഴുക്കട്ടയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 5 അച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നല്ലോണം കുറുകി കിട്ടണം, കൂടുതൽ വെള്ളമാവരുത്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3 ഗ്ലാസ് പൊടിയാണ്, പച്ചരിൻ്റെ പൊടിയാണ്. സാധാരണ പത്തിരിക്കൊക്കെ പൊടിപ്പിച്ച പൊടിയാണ്. അതിലേക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഞാനിപ്പോൾ 3 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു നാളികേരം ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അവസാനം കൂട്ടുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ അരിച്ചിട്ട ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലോണം കുറുക്കിയെടുത്തതാണ് ഞാനത്. അല്ലെങ്കിൽ നാളികേരത്തിൽ വെള്ളം വിചാരിച്ചിട്ട് ഞാൻ നല്ലോണം കുറുക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് അവിടെ വെക്കുക. പിന്നെ ബാക്കി നമുക്ക് പൊടികളൊക്കെ മാവ് ഉരുട്ടി ശരിയാക്കിയിട്ട് ഇത് അതിലേക്ക് നിറക്കാനുള്ളതാണ്. അവസാനം ഇനി കൂട്ടുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി ആ പൊടിയാണിത്. ആ പൊടിക്ക് ഞാൻ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലോണം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം തിളക്കണം വെള്ളം. അത് നല്ലോണം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നമ്മളെ നൂൽപുട്ടിനൊക്കെ നൂലപ്പം ഉണ്ടാക്കണ അതേ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഞാൻ നൂൽപുട്ടിൻ്റെ അതേ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ശർക്കരപ്പാനി ഒഴിച്ച് ഇളക്കി വെച്ച ആ നാളികേരത്തേക്ക് 1 ടീസ്പൂണ് മിൽമ നെയ്യ് ഒഴിച്ചു കൊടുത്തു. 1 2 ഒക്കെ ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാനൊരു ടീസ്പൂണാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതൊക്കെ ഉരുട്ടണം. ഇതേപോലെ ഉരുട്ടി എടുക്കണം. എന്നിട്ട് പിന്നെ എങ്ങനെ കാണിച്ചിട്ട് നല്ല ഉരുട്ടിയിട്ട് പത്തിരിക്കൊക്കെ പണ്ടത്തെ കാലം വട്ടുണ്ടാക്കും പോലെ ഇതേപോലെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നിറച്ച് കൊടുക്കുക. നാളികേരം നിറച്ച് കൊടുക്കുക.
ഇതുപോലെ ഉരുള ഷേപ്പിലാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. ഏത് ഷേപ്പിലും ആക്കാം, പക്ഷേ ഞാൻ കൊഴുക്കട്ടല്ലേ. അപ്പോൾ ഇതേ ഉരുള സൈസിൽ ബോളിൻ്റെ ഒക്കെ സൈസിലാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തതാണത്. ഇനി ഇതിൽ ആവിയിൽ വേവിക്കുകയാണ് വേണ്ടത്. ഞാൻ സ്റ്റീമറിലാണ് വേവിക്കുന്നത്. ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഈ കൊഴുക്കട്ടകളൊക്കെ നിരത്തി വെക്കുക. എന്നിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കേണ്ടി വരും. നല്ലോണം ആവി കയറി കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ നല്ല ശരിയായി കിട്ടും. അപ്പോൾ ഇതത് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തതാണ്. അത് ആദ്യം നല്ലോണം ഒന്ന് ആവി കയറിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുത്തു. പലരെ പിന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇതിനും അതേപോലെ പാത്രത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ 20 മിനിറ്റാണ് വേവിച്ചത്. അതിങ്ങനെ എന്തുകൊണ്ടെങ്കിലും കുത്തി നോക്കിയാൽ മതി. വല്ല കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂണൊക്കെ വെച്ച് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വെന്തോ എന്നുള്ളത്. അപ്പോൾ ഞാനിതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. കേട്ടോ, നല്ല ഉഷാറായി വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ എൻ്റെ പേരക്കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഏലക്കായൻ്റെ ചുവയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഇഷ്ടമാണ്. കുട്ടികൾക്ക് പൊതുവെ മധുരമുള്ളതിനോട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എല്ലാവരും ചോദിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ. ബാക്കി കുറച്ചും കൂടി ഉണ്ട്, അത് ഞാൻ സ്റ്റീമറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാനൊക്കെ പാകത്തെ മധുരമൊക്കെയാണ്. അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.